അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, PMCയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്നതാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരിയുടെ മറുപടി. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തോട് പറഞ്ഞത് വാസ്തവ വിരുദ്ധമായ കാര്യമായിരുന്നോ? ഒന്ന്, MOU സൈൻ ചെയ്യുന്നതിന് മുൻപായിരുന്നെങ്കിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ഇപ്പൊ MOU സൈൻ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. MOU സൈൻ ചെയ്തതിന് ശേഷമാണെങ്കിൽ എങ്ങനെയാണ് പിന്മാറാൻ കഴിയുന്നത്? അത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ അവര് തീരുമാനിച്ചാൽ മാത്രം, അവർക്ക് മാത്രം ഒരു മാസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 30 ദിവസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിന്മാറാൻ കഴിയുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് LDF സർക്കാർ തന്നെയാണ് ഒപ്പുവെച്ചത്. അവർ തന്നെയാണ് അതിൽ നിന്ന് തൽക്കാലം അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിന് ഇതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പിന്നോട്ട് പോകണമെങ്കിൽ 30 ദിവസത്തെ നോട്ടീസിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പിന്മാറണം എന്ന ഒരു കാര്യം അറിയിക്കണം. അങ്ങനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടോ? അതിന്റെ സാധ്യത നമ്മൾ ഇതിനു മുൻപ് തേടിയിട്ടുണ്ടോ? അത് ഉത്തരം പറ. അത് അങ്ങനെയല്ല മാധു. പിന്നെ എങ്ങനെയാണ് സർ? അല്ല മാധു, അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കേന്ദ്ര ഗവൺമെന്റ്, ഈ 3 ആളുകൾക്ക് മാത്രമാണ് MOU തിരുത്താനോ റദ്ദു ചെയ്യാനോ പിൻവാങ്ങാനോ കഴിയുന്നത്. എങ്ങനെയാണ്? 30 ദിവസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റ് ഓൾറെഡി ഒപ്പുവെച്ചു കഴിഞ്ഞു. ഒപ്പുവെച്ചതിന് ശേഷമുള്ള നമുക്ക് നോട്ടീസ് കൊടുക്കാമല്ലോ. നമുക്കല്ല കേന്ദ്ര ഗവൺമെന്റിന്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കേന്ദ്ര ഗവൺമെന്റ് കേരളം പിന്മാറിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ അതിന് താല്പര്യം അറിയിക്കണ്ടേ? ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നമ്മൾ അറിയിക്കുമ്പോഴാണല്ലോ കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക. നമ്മൾ അങ്ങനെ ഒരു താല്പര്യം അറിയിച്ചിട്ടുണ്ടോ? അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, ഒരിക്കൽ MOU ഒപ്പുവെച്ചാൽ PMC നടപ്പിലാക്കണം. ഞാൻ അതിലേക്കാ വരുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് തുടർ പ്രക്രിയ ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പിന്നെ എന്താണ് ഇതിന്റെ റെമഡി? അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്, UDF ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഉപസമിതിയെ വെച്ചിരിക്കുകയാണ്. ഭയങ്കരം തന്നെ. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി M. ജോൺ, M. ലിജു, വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിമാരുടെ സമിതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്? സംസ്ഥാന ഗവൺമെന്റിന് ഫ്ലെക്സിബിൾ ആയിട്ട് കരിക്കുലത്തെ കുറിച്ച് തീരുമാനിക്കാൻ കഴിയും എന്നുള്ളത് ആലോചിക്കാൻ ഒരു ഉപസമിതി വെച്ചിരിക്കുന്നു. ഇത് CPM വെച്ച പോലത്തെ ഉപസമിതിയല്ല. ഇത് കൂടി ആലോചിച്ചതിന് ശേഷം ആണ് UDF-ലേക്ക് ഇത് വരുന്നത്. UDF-ലേക്ക് ഇപ്പോൾ ചർച്ച വന്നിട്ടില്ല. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, UDF-ലേക്ക് വന്നിട്ടില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. ഈ ഉപസമിതി ചർച്ച ചെയ്തതിനു ശേഷം അത് UDF-ൽ ചർച്ച ചെയ്യും. ഇത് തന്നെ നമുക്കറിയാമല്ലോ. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ചലഞ്ച് പോകും എന്ന് അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത് എന്തിനാണ്? അല്ല, മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഈ MOU എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് വെച്ചത് ഒറ്റയടിക്ക് UDF-ന്റെ ഗവൺമെന്റ് വരുമ്പോഴേക്കും അത് ക്യാൻസൽ ചെയ്ത് പോകാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം സമർപ്പിക്കുന്നതിന് മുൻപ് UDF യോഗത്തിന് ശേഷം UDF കൺവീനർ ഇതുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ്? ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പറയുന്നു, കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കരിക്കുലം, കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. UDF യോഗത്തിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയം UDF യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തിനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നത് ഒന്ന്. മുന്നോട്ട് പോകും എന്ന് പറഞ്ഞത് എന്തിനായിരിക്കും? അടൂർ പ്രകാശ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനാണ്. അതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ PMCയെ കുറിച്ച് സംസാരിച്ചു, PMC സർക്കാർ നിലപാടിനെ കുറിച്ച് സംസാരിച്ചു, UDF തീരുമാനത്തെ കുറിച്ച് വന്നപ്പോഴാണ് UDF കൺവീനറിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വിലയുമില്ലേ?
ഈ അടൂർ പ്രകാശ് ഇന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യമാണോ ഇന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താണ് കോൺഗ്രസ്സുകാർ ഇന്ന് പറയാത്ത ഞങ്ങളുടെ കുറ്റമാണ്. അദ്ദേഹം സത്യം ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അല്ലല്ല അവന്റെ എന്റെ കുറ്റമാണോ? എന്റെ കുറ്റമാണോ? ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് അല്ല പറയട്ടെ, ഞാൻ പറയട്ടെ. അല്ലല്ല, ഈ ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. PM ശ്രീയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിട്ട് താങ്കൾ അടൂർ പ്രകാശിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അടൂർ പ്രകാശ് ഇന്ന് അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ പറയുന്നില്ല. അല്ലെന്നേ PM ശ്രീയെ കുറിച്ച് അദ്ദേഹം ഇന്ന് പറഞ്ഞത് താങ്കൾ എന്താ പറയാത്തത്? അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഒരു ദിവസം കഴിയുമ്പോൾ അതെ, UDFന്റെ തീരുമാനവും UDFന്റെ അഭിപ്രായവും കോൺഗ്രസിന്റെ അഭിപ്രായമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ നിലപാട് ഞാൻ പറയാം. കോൺഗ്രസിന്റെ നിലപാട് മന്ത്രിമാരുടെ മന്ത്രിസഭയുടെ ഉപസമിതിയുടെ ചർച്ചയ്ക്ക് ശേഷം അവരെടുക്കുന്ന തീരുമാനം UDFൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തീരുമാനിക്കൂ. അതിനു മുൻപ് ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് വിപുലീകൃത UDF യോഗം ചേരുന്നതിന് മുൻപ് ആദ്യത്തെ UDF യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് UDF കൺവീനർ ഇതിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് എന്തിനാണ്? എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ഞാനത് ആ തുടക്കത്തിൽ പറഞ്ഞത്. ആ തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു MOU ഇവിടെ നിലവിലുണ്ട്. ആ MOUമായിട്ട് ഇപ്പോ വിഡ്രോ ചെയ്യാൻ ടേംസ് അനുവദിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അതാണ്. വിഡ്രോ ചെയ്യാൻ ടേംസ് അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. എന്തിനാണ് രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന്? അല്ലല്ല, പിന്നോട്ട് പോകാം എന്നല്ല കേട്ടോ, അത് താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനല്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. MOU ഒപ്പിടുന്നതിന് മുൻപാണെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചല്ലോ. അല്ല, MOU ഒപ്പുവെച്ച് കഴിഞ്ഞാലും MOU ഒപ്പുവെച്ച എല്ലാ സംസ്ഥാനങ്ങൾക്കും PMC നടപ്പിലാക്കണമെന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. സർക്കാരിന് നമ്മൾ താല്പര്യം അറിയിക്കുകയാണ് എങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ കഴിയും കേന്ദ്ര സർക്കാരിന്. നമ്മൾ അങ്ങനെ ഒരു താല്പര്യവും അറിയിച്ചിട്ടില്ല. നമ്മളത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മാധു അത് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാം. അല്ല മാധു അത് ഇനി പഠിച്ചിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം മാധു വീണ്ടും അത് തെറ്റിദ്ധരിച്ചാൽ പഠിച്ചത് പറയൂ. ഇത് വിഡ്രോ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിനല്ല കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. വിഡ്രോ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രൊവിഷൻ. അങ്ങും അതിൽ പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മൾ താല്പര്യം അറിയിക്കണം. കേന്ദ്ര സർക്കാരിന് 30 ദിവസത്തെ നോട്ടീസ് വെച്ച് അതിൽ നിന്ന് പിന്മാറാൻ കഴിയും. അതായത് MOU ഒപ്പ് വെച്ചാൽ നടപ്പിലാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നതാണ്. MOU വെച്ച എല്ലാ സംസ്ഥാനങ്ങളും PMC നടപ്പിലാക്കിയിട്ടുമില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആകെ MOU വെക്കാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അവർ ആ പരിസരത്ത് പോയിട്ടില്ല എന്നതാണ്. കേരളം അതിൽ നിന്ന് അത് ഫ്രീസ് ചെയ്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ തമിഴ്നാട് MOU ഒപ്പുവെച്ചില്ല എന്നതുകൊണ്ടാണ് അവർക്ക് സുപ്രീം കോടതിയിൽ പോകാൻ കഴിഞ്ഞത്. നമ്മളല്ല CPMന്റെ ഗവൺമെന്റ്. അങ്ങനെ നമ്മളെന്ന് പറയല്ലേ, ഇത് ഒപ്പുവെച്ചത് CPMന്റെ ഗവൺമെന്റ് ആണ്. കള്ളക്കളി കളിച്ചിട്ടാണ് സർക്കാർ തുടർച്ചയാണെന്ന് അപ്പോൾ നമ്മളല്ലേ? ഇത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഒരു മിനിറ്റ്, എന്തിനാണ് CPM ഒപ്പുവെച്ചത് പറയാൻ താല്പര്യമില്ലേ? പ്രകാശ് പറഞ്ഞത് എന്ന കാര്യമാണ്. അങ്ങേക്ക് അതിൽ മാത്രം മറുപടിയില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. അല്ല, അതിന് മറുപടി ഉണ്ടല്ലോ. മറുപടി ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ വീണ്ടും ചുറ്റിക്കളിച്ച് ഇപ്പുറത്തോട്ട് വരുവാണല്ലോ. ഞാൻ പറഞ്ഞത്, അടൂർ പ്രകാശ് പറഞ്ഞത് ഈ MOU എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാൻ കഴിയാത്തതിന്റെ സാങ്കേതികമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ MOU ഒപ്പുവെച്ചത് ആരാണെന്നേ? MOU ഒപ്പുവെച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് അല്ല, അത് CPM ഗവൺമെന്റ് ആണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചുകൊണ്ട് അതുമായി നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. പോകട്ടെ, മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം പറയാം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോഴോ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രൊഡ്യൂസർ അത് ഒന്നുകൂടി പ്ലേ ചെയ്യൂ. എവിടെ പോണു? വെള്ളം കുടിക്കും. ആ മുന്നോട്ട് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ
ഒന്നുകൂടെ മാധു, കേൾക്കട്ടെ. അതിൽ തന്നെ- ഒന്നുകൂടെ കേൾക്കട്ടെ. അതിൽ തന്നെ ഒന്ന് play ചെയ്യൂ. ചുറ്റിക്കളിക്കുന്നതിന്റെ ഒന്ന് ലക്ഷ്യം play എന്താണെന്ന് ചെയ്യൂ. എനിക്കറിയാം. അവിടെയാണ് ഇരട്ടത്താപ്പ്, അതുകൊണ്ടാണ് അവിടെ ചുറ്റിക്കളിക്കുന്നത്. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ഇല്ലില്ല, പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.